നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം നഗരസഭയിൽ വിജിലൻസ് റെയ്ഡ്. നഗരസഭയിലെ 211 കോടിയുടെ ക്രമക്കേടാരോപണം അന്വേഷിക്കും. മന്ത്രി എം പി രാജേഷിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് ചികിത്സയ്ക്കിടെ. സംസ്കാരം ഞായറാഴ്ച. PC ജോർജിന് കനത്ത തിരിച്ചടി. വിദ്വേഷ പരാമർശ ചാനൽ ചർച്ചയിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. കുംഭഭരണി മഹോത്സവത്തിന് പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രം ഒരുങ്ങി. കൊടിയേറ്റ് ഈ മാസം 27-ന്. കുംഭഭരണിയും തിരുവാറാട്ടും മാർച്ച് 4-ന്. വാർത്തകൾ വിശദമായി. കോട്ടയം നഗരസഭ ഓഫീസിൽ വിജിലൻസിന്റെ റെയ്ഡ് നടന്നു. വിജിലൻസ് DYSP VR രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കോട്ടയം നഗരസഭയിൽ വിജിലൻസ് സംഘം റെയ്ഡ് നടത്തി. ഓഡിറ്റ് റിപ്പോർട്ടിലെ 211 കോടി രൂപയുടെ ക്രമക്കേട് ആരോപണത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. വിജിലൻസ് DYSP VR രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ജില്ലാ ഓഡിറ്റ് ഓഫീസറും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. വ്യാഴാഴ്ച ചേർന്ന കൌൺസിലിൽ ഓഡിറ്റ് റിപ്പോർട്ട് സാങ്കേതിക പിഴവ് മാത്രമാണെന്നും പണം നഷ്ടമായിട്ടില്ലെന്നും സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിജിലൻസ് റെയ്ഡ് നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. അർബുദബാധയെ തുടർന്ന് ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് AV റസലിന്റെ അന്ത്യം. കോട്ടയത്തെ ഇടതുപക്ഷത്തിന്റെ ശക്തനായ തേരാളിയായിരുന്നു AV റസൽ. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് അന്ത്യം. 1981 പാർട്ടി അംഗമായ റസൽ 12 വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറിയായിരുന്നു. 12 വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റിലും 24 വർഷമായി ജില്ലാ കമ്മിറ്റിയിലും അംഗമാണ്. DYFI സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവും 7 വർഷം കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. 2006 ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. 2000-2005 ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റാണ്. ജനുവരി 4-നാണ് വീണ്ടും അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. CPM ജില്ലാ സെക്രട്ടറി AV റസലിന്റെ മരണവാർത്തയിൽ അവിശ്വാസത്തോടെ പാർട്ടി നേതാക്കളും പ്രവർത്തകരും. അദ്ദേഹം രോഗബാധിതനാണെന്നുള്ള വിവരം ഒട്ടുമിക്ക സഹപ്രവർത്തകർക്കും അറിവുണ്ടായിരുന്നില്ല. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന്റെ നിര്യാണം വിശ്വസിക്കാൻ കഴിയാതെ നേതാക്കളും പാർട്ടി പ്രവർത്തകരും. രോഗബാധിതനായിട്ട് ഏതാനും മാസങ്ങളായെങ്കിലും പാർട്ടിയുടെ എല്ലാ പരിപാടികളിലും സജീവമായിരുന്നു AV റസൽ. വിദഗ്ധ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി കഴിഞ്ഞ ദിവസം ചെന്നൈ അപ്പോളോ ആശുപത്രിയിലേക്ക് പുറപ്പെടുമ്പോഴും അദ്ദേഹം രോഗബാധിതനായിരുന്നു എന്ന വിവരം ഒട്ടുമിക്ക സഹപ്രവർത്തകർക്കും അറിയില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ മരണമെത്തിയത്. ജില്ലാ സെക്രട്ടറിയായി വീണ്ടും ചുമതലയേറ്റ ശേഷം 2 മാസങ്ങൾ തികയും മുമ്പാണ് റസലിന്റെ വേർപാട്. AV റസലിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ ഉടൻ മന്ത്രി VN വാസവൻ ചെന്നൈക്ക് തിരിച്ചിട്ടുണ്ട്. മൃതശരീരം ശനിയാഴ്ച രാവിലെ 7 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. തുടർന്ന് 10 മണിക്ക് കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലും അർബൻ ബാങ്കിലും പൊതുദർശനത്തിന് വയ്ക്കും. കോട്ടയത്തെ പാർട്ടി ഓഫീസിൽ നേതാക്കളായ CK ശശിധരൻ, അഡ്വക്കേറ്റ് VB ബിനു, KM രാധാകൃഷ്ണൻ, DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, അഡ്വക്കേറ്റ് ഷീജ അനിൽ, KV ബിന്ദു തുടങ്ങിയവർ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. AV റസലിന്റെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കും. ശനിയാഴ്ച രാവിലെ 9-ന് ചെന്നൈയിൽ നിന്നും മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. തുടർന്ന് 12 മണി മുതൽ 2 മണി വരെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് തെങ്ങണയിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മതസ്പർദ്ധ വളർത്തുന്ന വിധമുള്ള വിദ്വേഷ പരാമർശത്തിന്റെ പേരിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതിനെ തുടർന്നാണ് PC ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചാനൽ ചർച്ചയ്ക്കിടെ മതവിദ്വേഷ പരാമർശ കുറ്റക്കേസിൽ PC ജോർജ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജനുവരിയിൽ നടന്ന ചാനൽ ചർച്ചയിലായിരുന്നു PC ജോർജ് മതവിരുദ്ധ പരാമർശം നടത്തിയത്. തുടർന്ന് PC ജോർജിനെതിരെ മതസ്പർദ്ധ വളർത്തൽ, കലാപാഹ്വാനം തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ തന്റെ പരാമർശം അബദ്ധത്തിൽ സംഭവിച്ചതാണെന്നും ഉടൻ തന്നെ മാപ്പ് പറഞ്ഞിരുന്നുവെന്നുമാണ് PC ജോർജ് പ്രതികരിച്ചത്. PCയുടെ ജാമ്യാപേക്ഷ കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയും തള്ളിയിരുന്നു. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവേ പറഞ്ഞിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവുത്സവത്തിനൊരുങ്ങി പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രം. ഈ മാസം 27-ന് ക്ഷേത്രത്തിൽ കുംഭഭരണി തിരുവുത്സവത്തിന് കൊടിയേറും. 7 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഉത്സവം.
ആശ്രിത വത്സലയും അഭീഷ്ടവരദായിനിയും സർവ്വദുരിത സംഹാരകയുമായ പൊൻകുന്നം പുതിയകാവിലമ്മയുടെ തിരുവുത്സവത്തിന് ഈ മാസം 27-ന് കൊടിയേറും. അന്നേ ദിവസം വൈകുന്നേരം 4:30-ക്ക് 679-ാം നമ്പർ ചിറക്കടവ് വടക്കുംഭാഗം NSS കരയോഗത്തിൽ നിന്നും തൃക്കൊടി എഴുന്നള്ളിക്കും. തുടർന്ന് 5:30-ക്ക് നടക്കുന്ന തൃക്കൊടിയേറ്റിന് ക്ഷേത്രം തന്ത്രി കുരിപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനാകും. ക്ഷേത്രം മേൽശാന്തി വിശാഖ് നാരായണൻ നമ്പൂതിരി സഹകാർമ്മികനായിരിക്കും. 7 മണിക്ക് തിരുവരങ്ങ് NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് തിരുവാതിര കളിയും വീരനാട്യവും നടക്കും. 8 മണി മുതൽ പനമറ്റം രാധാദേവിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച കുട്ടികളുടെ നടനമാധുരി നൃത്തസന്ധ്യ അരങ്ങേറും. 2ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 28 മുതൽ 5ാം ഉത്സവ ദിനമായ മാർച്ച് 3-ാം തീയതി വരെ 10:30-ന് ഉത്സവബലിയും തുടർന്ന് ദർശനവും നടക്കും. മാർച്ച് 4-നാണ് കുംഭഭരണി. അന്നേ ദിവസം പകൽ 11 മണിക്ക് കുംഭകുട നൃത്തവും അഭിഷേകവും നടക്കും. വൈകുന്നേരം 6-ന് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ടുകടവിൽ തിരുആറാട്ടും ഉണ്ടായിരിക്കും. തിരുവുത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുവുത്സവം ഫെബ്രുവരി 27-ാം തീയതി വ്യാഴാഴ്ച കൊടിയേറി മാർച്ച് 4-ാം തീയതി ചൊവ്വാഴ്ച ആറാട്ടോടുകൂടി സമാപിക്കുന്നതാണ്. കഴിഞ്ഞ കാലങ്ങളെ പോലെ തന്നെ ഈ വർഷവും ക്ഷേത്രാചാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കലാപരിപാടികളാണ് ക്ഷേത്ര ഭാരവാഹികൾ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്. കാലങ്ങളായി നമ്മൾ ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസൃതമായ പരിപാടികൾ നമ്മുടെ ക്ഷേത്ര മുറ്റത്ത് നടത്തുന്നത്. ഈ വർഷവും അതേപോലെ തന്നെയാണ് കലാപരിപാടികളൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. 2ാം ഉത്സവ ദിനം മുതൽ തിരുവരങ്ങിൽ ഡിവോഷണൽ ഫ്യൂഷൻ, ഭജന, അംബരീഷ ചരിതം, മേജർ സെറ്റ്, കഥകളി, കിണ്ണം തിരുവാതിര, ശാസ്ത്രീയ നൃത്തസന്ധ്യ, കരോക്കെ ഗാനമേള, നാടകം, നൃത്തനാടകം, നാടൻ കലാരൂപം എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പൊൻകുന്നത്ത് നടന്ന വാർത്താസമ്മേളനത്തിൽ NSS യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ, പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് PK ബാബുക്കുട്ടൻ നായർ, യൂണിയൻ സെക്രട്ടറി MS രതീഷ് കുമാർ, ദേവസ്വം സെക്രട്ടറി VS രാധാകൃഷ്ണ കൈമൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ മന്ത്രി MB രാജേഷിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. നിയമസഭയെ മന്ത്രി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മന്ത്രി MB രാജേഷിനെതിരായി നിയമസഭയിൽ അവകാശ ലംഘന നോട്ടീസ് നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം നഗരസഭയ്ക്കെതിരെയുണ്ടായ അഴിമതി ആരോപണം സംബന്ധിച്ച് സാങ്കേതിക പിഴവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടും കണക്കുകൾ നിരത്തി ഗുരുതരമായ ക്രമക്കേട് നടന്നെന്ന് മന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മന്ത്രി ചെയ്തതെന്നും തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന ഉന്നതതല സംഘം നടത്തിയ പരിശോധനയിൽ ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി എന്ന് പറയാം. എന്താ ഗുരുതരം? എന്താ ഇതിൻ്റെ ഗുരുതരം എന്താ? അതുകൊണ്ട് അദ്ദേഹത്തിന് അഴിമതിയാണെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ചോദിക്കുക, കേരള നിയമസഭയെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ? ഒരു വകുപ്പ് മന്ത്രി ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥന്മാർ എന്താ അവരുടെ അഭിപ്രായം എന്ന് ചോദിക്കല്ലേ? അതല്ലാതെ കയ്യിൽ നിന്ന് വെച്ച ഒരു തുണ്ട് കടലാസ് വിളിച്ചു പറയാൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ നിയമസഭ. നിയമസഭ ഉത്തരവാദിത്തത്തോടു കൂടി മാത്രമേ അവിടെ ഉള്ള ചർച്ചകൾ പങ്കെടുക്കാവൂ, അതിന് മറുപടി പറയാവൂ. പ്രത്യേകിച്ച് മന്ത്രിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്യാബിനറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറി എന്നുള്ളതാണ്, നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് എൻ്റെ പ്രിവിലേജ് മോഷൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ബ്രൂവറി നടപ്പാക്കുമെന്ന് സർക്കാർ വാശി പിടിക്കുന്നത് സംശയം ജനിപ്പിക്കുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. റബ്ബർ വില ഉയർത്തേണ്ടവർ തന്നെ റബ്ബറിന് വിലയില്ലെന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചു. താങ്ങുവില ഉറപ്പാക്കേണ്ടത് സർക്കാർ ആണെന്നും കേരളത്തെ എങ്ങോട്ടാണ് സർക്കാർ കൊണ്ടുപോകുന്നതെന്ന ബോധ്യം ജനങ്ങൾക്കുണ്ടെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള സംസ്ഥാനത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ഈ മാസം 25-ന് CPM കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനകീയ ഉപരോധം നടത്തും. ഇതിന് മുന്നോടിയായുള്ള കാൽനട പ്രചരണ ജാഥ ജില്ലയിൽ പര്യടനം തുടങ്ങി. കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഈ മാസം 23 വരെ ഏരിയ അടിസ്ഥാനത്തിൽ കാൽനട ജാഥകൾ നടത്തിവരികയാണ്. CPM പുതുപ്പള്ളി ഏരിയ കാൽനട പ്രചരണ ജാഥ പള്ളിക്കത്തോട്ടിൽ നിന്ന് ആരംഭിച്ചു. CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് റെജി സക്കറിയാണ് ജാഥ ക്യാപ്റ്റൻ. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഈ മാസം 25-ന് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനകീയ ഉപരോധം നടക്കും. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ അധികാരങ്ങൾ എടുത്തുമാറ്റി കാവ്യവൽക്കരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറയുന്നു. CPM ഏരിയ സെക്രട്ടറി സുഭാഷ് P വർഗീസ് ആണ് വൈസ് ക്യാപ്റ്റൻ. ന്യൂസ് ബ്യൂറോ.
പാമ്പാടി. പാലാ വികസന മാതൃക ദുർബലമാക്കരുതെന്നും ബൃഹത് പദ്ധതികൾ വേഗത്തിലാക്കണമെന്നും ജോസ് കെ മാണി MP. യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്താനുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. കാര്യങ്ങളായി കെട്ടിപ്പടുത്ത പാല വികസന മാതൃക ദുർബലമാക്കാൻ പാടില്ലെന്നും പാലയെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ബൃഹത് പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ജോസ് കെ മാണി MP. യുവാക്കളെ ഇവിടെ തന്നെ നിലനിർത്താനുള്ള പദ്ധതികളാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുറവലങ്ങാട് നിർമ്മാണം പുരോഗമിക്കുന്ന സയൻസ് സിറ്റിയും പാല IITയും ഇതോടൊപ്പം നിർമ്മിക്കുന്ന ഇൻഫോസിറ്റിയും സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റും പാല കെ മാണി മെമ്മോറിയൽ ജനറൽ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ്. സയൻസ് സിറ്റിയുടെ പൂർത്തീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 25 കോടി രൂപ അനുവദിച്ചു. ആദ്യഘട്ടമായി 10 കോടി രൂപ വകയിരുത്തി. പദ്ധതിയുടെ ആദ്യഘട്ടമായ സയൻസ് സെന്ററിന്റെ നിർമ്മാണം കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ മുതൽ മുടക്കിൽ ഇതിനോടകം പൂർത്തിയായി. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ സ്പേസ് തിയേറ്റർ, എൻട്രൻസ് പ്ലാസ, മോഷൻ സിമുലേറ്റർ, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ, കോമ്പൗണ്ട് വാൾ, ഗേറ്റുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങളാണുള്ളത്. വരുന്ന സാമ്പത്തിക വർഷം തന്നെ പദ്ധതി പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും MP പറഞ്ഞു. അതൊരു ഒരു വലിയൊരു സ്വപ്നമാണ് നമ്മൾ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ട്. അതിന്റെ സയൻസ് പാർക്ക് എന്ന് പറയുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതെല്ലാം റെഡിയായി. അതിപ്പോൾ ഹാൻഡ് ഓവർ നമ്മുടെ മ്യൂസിയം ഡയറക്ടറേറ്റിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തു. മാത്രമല്ല അതിന് വേണ്ടിയിട്ട് 25 കോടി രൂപ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അതിന്റെ കുറച്ച് പണികളും കൂടി ഉണ്ട്, പൂർത്തീകരിക്കാനാണ്. ആദ്യത്തെ ഫേസ് എന്നുള്ളത് എത്രയും വേഗം അത് നടപ്പിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പലവൂരിലെ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ തുടർഘട്ടമായി ഇൻഫോസിറ്റി ആരംഭിക്കുന്നതിനായി 5 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് IITക്കൊപ്പം ഒരു ഇൻഫോസിറ്റി സ്ഥാപിക്കണമെന്ന ആശയം ഉയരുന്നത്. നാളെ ബിരുദ സമർപ്പണ ചടങ്ങ് നടക്കുകയാണ്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പാല കെ മാണി മെമ്മോറിയൽ ജനറൽ ഹോസ്പിറ്റലിലെ റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്കിന്റെ പൂർത്തീകരണത്തിന് 5 കോടി രൂപയുടെയും അനുമതി ഈ ബജറ്റിൽ നൽകിയതായും അദ്ദേഹം പറഞ്ഞു. റേഡിയേഷൻ ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുവാൻ MP ഫണ്ടിൽ 2.45 കോടി രൂപ കൂടി അനുവദിച്ചു. നിരവധി രോഗികൾ ചികിത്സ തേടുന്ന പാലാ ജനറൽ ആശുപത്രിയിൽ ആധുനിക രോഗനിർണയ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിലേക്കായി കേന്ദ്ര ധനസഹായ ഏജൻസിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും സഹായത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മുത്തോലിയിൽ സ്ഥാപിതമാകുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിന് 3 കോടി രൂപയും ബജറ്റിൽ അനുമതി നൽകിയിട്ടുണ്ട്. പാലാ കേന്ദ്രമാക്കി പ്രൊഫഷണൽ എംപ്ലോയീസ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന് ഈ ബജറ്റിൽ 3 കോടി രൂപയുടെ അനുമതി ലഭിച്ചതായും ജോസ് കെ മാണി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. പുതുപ്പള്ളി എറികാട് സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ശനിയാഴ്ച സമാപിക്കും. ഇതോടൊപ്പം വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും നടക്കും. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ AC ഹൈടെക് വിദ്യാലയമായ എറികാട് ഗവൺമെന്റ് UP സ്കൂൾ ശതാബ്ദിയുടെ നിറവിലാണ്. 1924 CMS മിഷണറിമാരാൽ സ്ഥാപിതമായ ഈ വിദ്യാലയം പിന്നീട് തറയിൽ കുടുംബം ഏറ്റെടുക്കുകയും തുടർന്ന് 1948 തിരുവിതാംകൂർ സർക്കാരിന് കൈമാറുകയും ചെയ്തു. 1968 മുതൽ ഗവൺമെന്റ് UP സ്കൂൾ എറികാട് എന്ന പേരിൽ അറിയപ്പെടുന്നു. 2018-19 കാലയളവിൽ ശ്യാമപ്രസാദ് മുഖർജി അർബൻ മിഷന്റെ ഭാഗമായി എല്ലാ ക്ലാസ് റൂമുകളും ശീതീകരിച്ച് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ക്ലാസ് മുറികൾ ആക്കിയിരുന്നു. കേരളത്തിലെ പ്രമുഖ സാഹിത്യകാരൻ PC എറികാട്, മാർത്തോമ റാന്നി അടൂർ ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് മെത്രാപോലിത്ത, അന്തരിച്ച പ്രശസ്ത സിനിമാ താരം കവിയൂർ പൊന്നമ്മ, കേരളത്തിലെ ആദ്യ മുട്ടുമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ചെറിയാൻ തോമസ്, ശാസ്ത്ര സാഹിത്യകാരൻ ഡോക്ടർ MI ആൻഡ്രൂസ് തുടങ്ങിയവർ ഈ വിദ്യാലയത്തിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരാണ്. 2023 മാർച്ച് 4-ാം തീയതി ആരംഭിച്ച ശതാബ്ദി ആഘോഷങ്ങൾ 2025 മാർച്ച് 1-ന് സമാപിക്കും. രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്രയോടുകൂടി ശതാബ്ദി സമാപന സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് 9:30 നടക്കുന്ന പൊതുസമ്മേളനത്തിന് കോട്ടയം MP അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷത വഹിക്കും. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി VN വാസവൻ ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും പ്രീ പ്രൈമറി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MP ശ്രീ ഫ്രാൻസിസ് സാർ അങ്ങനെ വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അതിലുപരി അനുബന്ധ പരിപാടികളുമായിട്ടാണ് ശതാബ്ദിയോടനുബന്ധിച്ചുള്ള അനുബന്ധ പരിപാടികൾ നടന്നു പോരുകയാണ്. പ്രസ്തുത ചടങ്ങിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി PTA പ്രസിഡന്റുമാരെ ആദരിക്കൽ, വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യൽ, എൻഡോവ്മെന്റ് വിതരണം, ശതാബ്ദി സുവനീറിന്റെ പ്രകാശനം എന്നിവയും ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്: കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയായ പുനർജനി പ്രകാരം അവയവമാറ്റം നടത്തിയ ജില്ലയിലെ രോഗികൾക്ക് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി കോട്ടയം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ദർഖാസ് ക്ഷണിച്ചിരുന്നു. ദർഖാസുകൾ സ്വീകരിക്കുന്ന തീയതി ഫെബ്രുവരി 25-ന് രാവിലെ 11:30 വരെ നീട്ടി.
വിശദവിവരങ്ങൾ കോട്ടയം ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നിന്നും ലഭിക്കും. ചിറക്കടവ് പഞ്ചായത്തിൽ കെട്ടിട നികുതി പിരിവ് ക്യാമ്പ് ഈ മാസം 24 മുതൽ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. 24-ന് തെക്കേത്തുകവല ഗ്രാമീണ ഗ്രന്ഥശാല, ചെറുവള്ളി അമ്പലം കവല KVMS ഹാൾ, 25-ന് അട്ടിക്കൽ കവല, 20-ാം മൈൽ ജംഗ്ഷൻ, 27-ന് കുന്നുംഭാഗത്ത് പൊൻകുന്നം സഹകരണ ബാങ്ക് ശാഖ, മണ്ണംപ്ലാവിൽ ചിറക്കടവ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ രാവിലെ 11 മുതൽ ഉച്ചകഴിഞ്ഞ് 3 മണി വരെ ക്യാമ്പ് പ്രവർത്തിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഗരസഭയിൽ വിജിലൻസ് റെയ്ഡ്. നഗരസഭയിലെ 211 കോടിയുടെ ക്രമക്കേടാരോപണം അന്വേഷിക്കും. മന്ത്രി MB രാജേഷിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. അന്ത്യം അർബുദബാധയെ തുടർന്ന് ചികിത്സയ്ക്കിടെ. സംസ്കാരം ഞായറാഴ്ച. PC ജോർജിന് കനത്ത തിരിച്ചടി. വിദ്വേഷ പരാമർശ ചാനൽ ചർച്ചയിൽ PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമായി പരിഗണിക്കണമെന്ന് ഹൈക്കോടതി. കുംഭഭരണി മഹോത്സവത്തിന് പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രം ഒരുങ്ങി. കൊടിയേറ്റ് ഈ മാസം 27-ന്. കുംഭഭരണിയും തിരുവാറാട്ടും മാർച്ച് 4-ന്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.